എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ മീറ്റ്സുകയും സാറടയും അവർ രണ്ടുപേരും ഇപ്പൊ ബൊറൂട്ടോയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. സാറട ദേഷ്യപ്പെട്ട് പറയും, ഈ ബൊറൂട്ടോ അവൻ എപ്പോഴും ഇങ്ങനെയാണ്, മറ്റുള്ളവർ അവന് വേണ്ടി കാത്തു നിൽക്കണം. മീറ്റ്സുക ചോദിക്കും, നീ എന്തിനാ എപ്പോഴും ബൊറൂട്ടോയെ തന്നെ കുറ്റം പറയണേ? അതിന് സാറട പറയും, എനിക്ക് സ്വന്തമായിട്ട് വലിയൊരു എയിമുണ്ട്, അത് അറ്റൈൻ ചെയ്യാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. സോ അവൻ കാരണം എൻ്റെ ഓരോരോ കാര്യങ്ങളായിട്ട് തെറ്റിക്കൊണ്ടേയിരിക്കുകയാണ്, അതുണ്ടാവാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തത്. അതിരിക്കട്ടെ മീറ്റ്സുക, നിന്റെ ലക്ഷ്യം അതെന്താണ്? അതിന് മീറ്റ്സുക അവൻ ചിരിക്കും, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. ബൊറൂട്ടോയുടെ കൂടെ അവൻ്റെ ഒരു വലം കൈയായി എപ്പോഴും അവനോട് ചേർന്ന് നടക്കണം. സാറുടെ ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. നിനക്ക് ഇത് മാത്രമാണോ ഏക ചിന്ത? സ്വന്തമായിട്ടൊന്നും നിനക്ക് ചെയ്യാനില്ലേ? അതിനവൻ പറയും, ഇത് ആക്ച്വലി ഞാൻ തന്നെ എടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞ് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കിൽ മീറ്റ്സുക അവനൊരു ബെഡിൽ കിടക്കുകയാണ്. ഉടനെ ഒറോച്ചിമാറു അവൻ എന്തോ ഒരു മരുന്ന് കഴിക്കാനായിട്ട് കൊടുക്കും. മരുന്ന് കഴിച്ചതും അവന്റെ കയ്യിൽ നിന്ന് കപ്പ് അത് താഴെ വീണ് പൊട്ടും. ഉടനെ ഒറോച്ചിമാറു അവൻ സുഗട്സുവിനോട് പറയും, മെയ്റ്റ്സിക ഒരല്പനേരം ഉറങ്ങും, അത് കഴിഞ്ഞാ നീ അവനെയും കൂട്ടി എൻ്റെ അടുത്തേക്ക് വരണം. മെയ്റ്റ്സിക്ക് ഷോക്കായിട്ട്, ഞാനിത് എവിടെയാണ്, എനിക്ക് എന്താ സംഭവിച്ചേ? സുഗട്സ് ചോദിക്കും, നീ ഓക്കെ അല്ലേ? അപ്പ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഒറോച്ചിമാറു അവനാണെങ്കിൽ ഹൂഡിയൊക്കെ ഇട്ട ഒരാളോട് സംസാരിക്കുകയാണ്. അവൻ ഒറോച്ചിമാറുവിനോട് ചോദിക്കും, ഇത് 6ാമത്തെ അറ്റംപ്റ്റ് ആണ്, ഇനിയും ഇത് സക്സസ് ആവുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. കട്ട് ചെയ്താ ഇവിടെ സുഗട്സുവും മീറ്റ്സുകയും അവർ രണ്ടുപേരും അങ്ങനെ ക്യാഷ്വലായിട്ട് നടന്നു വരികയാണ്. ഉടനെ സുഗട്സു അവൻ മീറ്റ്സുകയോട് ചോദിക്കും, നിനക്ക് പാസ്റ്റ് ലൈഫ് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ആക്ച്വലി നീ ഒറോച്ചിമാറുവിന്റെ കൂടെ ഒരു മിഷന് പോയിരിക്കുകയായിരുന്നു. ആ മിഷനിൽ നീ ഫെയിലായി പോയി. മെയ്റ്റ്സുകയ്ക്കാണെങ്കിൽ അതൊന്നും ഓർമ്മയില്ല. അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആ സമയം സുഗട്സു അവനൊരു കത്തി എടുത്ത് മെയ്റ്റ്സുകയെ അറഞ്ചം പുറഞ്ചും വെട്ടാൻ തുടങ്ങുകയാണ്. അത് കണ്ട മീറ്റ്സുക അവന്റെ കൈ പിടിച്ച് വലിച്ച് കൈയിൽ ആഞ്ഞു തട്ടി ആ ഒരു കത്തി അത് താഴെ ഇടിവിക്കും. അതിനുശേഷം ആ ഒരു കത്തി എടുത്ത് മീറ്റ്സുക സുഗട്സുവിന്റെ ബോഡിയിൽ കുത്തി ഇറക്കും. ഉടനെ സുഗട്സു പറയും, ഐ എം സോറി, ആക്ച്വലി നിന്നെ ഒന്ന് ചെക്ക് ചെയ്തതാണ്. നിന്റെ മനസ്സിലും ബോഡിയിലും ഒക്കെ ആ നിഞ്ച പവർ അതിപ്പോഴും ഉണ്ട്. സുഗട്സു ആണെങ്കിൽ അവന്റെ ബോഡിയിൽ പറ്റിയ പരിക്ക് അത് പതിയെ പതിയെ ഹീൽ ചെയ്ത് കളയും. മീറ്റ്സുകയ്ക്കാണെങ്കിൽ കുറ്റബോധം കാരണം അവൻ തല താഴ്ത്തി നിൽക്കുകയാണ്. ഐ എം സോറി, ആക്ച്വലി നിങ്ങൾ പ്രാങ്ക് ചെയ്യുകയാണെന്ന് എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഞാൻ കത്തിയെടുത്ത് കുത്തിയത്. സുഗട്സു ആണെങ്കിൽ അവനെ ചേർത്ത് പിടിക്കും, ഉറപ്പായിട്ടും നിന്നെ ഒറോച്ചിമാറുവിന് ഒത്തിരി ഇഷ്ടാവും, നീ തീർച്ചയായിട്ടും അവന്റെ സ്വപ്നങ്ങളോട് ചേർന്ന് നിൽക്കൂന്ന് പറഞ്ഞ് അവനെയും കൂട്ടി ഒറോച്ചിമാറുവിന്റെ അടുത്തേക്ക് വരും. കട്ട് ചെയ്ത ഒറോച്ചിമാറു മീറ്റ്സുകയോട് പറയും, നീ ആക്ച്വലി എൻ്റെ മകനാണ്, എൻ്റെ അച്ഛനും അമ്മയും ഞാൻ തന്നെയാണ്, സോ നിന്നെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഹോളോഗ്രാമിലൂടെ മീറ്റ്സുകയെ ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് കൊണ്ടുപോവാണ്. ഹോളോഗ്രാമിൽ ഇപ്പോൾ ഒരുത്തനെ ഒറോച്ചിമാർ കാണിച്ചു കൊടുക്കും. ഇവൻ ആക്ച്വലി ഒരു ഷിനോബിയാണ്. ഒരുപാട് പേരുടെ മെമ്മറി അത് ഇവന്റെ കയ്യിലുണ്ട്. ഈസി ആയിട്ട് മെമ്മറി മാനിപ്പുലേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനും സേവ് ചെയ്യാനും ഇവനെ കൊണ്ട് കഴിയും. മീറ്റ്സുകെ, നിന്റെ മെമ്മറിയും അടിച്ചു മാറ്റിയത് ഇവൻ തന്നെയാണ്, സോ നിനക്ക് ഞാൻ നിന്റെ മെമ്മറീസ് തിരികെ തരാൻ പോവാണ്. മീറ്റ്സുകയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. മീറ്റ്സുക ചോദിക്കും, നിങ്ങൾ ആക്ച്വലി എൻ്റെ അച്ഛനാണോ അമ്മയാണോ? അതിന് ഒറോച്ചിമാറു അവൻ പറയും, അങ്ങനെയൊന്നും എനിക്ക് പറയാൻ അറിയില്ല, പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഞാനൊരു ലെജൻഡറി സെനിയനാണ്. ഞാൻ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും റയറസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. എൻ്റെ പവർ അത് അൺലിമിറ്റഡ് ആണ്. അതിന് മീറ്റ്സുക ചോദിക്കും, ഇത്രയും പവറൊക്കെയുള്ള നിനക്ക് എന്നെ പോലെ ഒരു യൂസ്ലെസ് ആയ ആളുടെ ആവശ്യമുണ്ടോ? എന്നെ എന്തിനാണ് നീ നിനക്കായി തിരഞ്ഞെടുത്തത്? അതിന് ഒറോച്ചിമാറു പറയും, ഒരു കാരണവശാലും നീ നിന്നെ കുറച്ച് കാണാനായിട്ട് പാടില്ല, മാത്രമല്ല നീ എൻ്റെ മകനാണ്. നീ ആരാണെന്ന് നിനക്ക് ഞാൻ തെളിയിച്ചു തരാൻ പോവാണ്. നീ ഒരു കുഞ്ഞാണ്, പക്ഷേ നീ ഇതിന് ഏബിൾഡ് ആണെന്ന് പറഞ്ഞ് ഒരു ഗെഞ്ചിപ്സു ഇപ്പൊ അവന്റെ മേലെ ഒറോച്ചിമാറു ക്രിയേറ്റ് ചെയ്യും. മീറ്റ്സുകയാണെങ്കിൽ വീണ്ടും ഞാൻ ആരാണ് എന്ന് ചോദിച്ചു കൊണ്ടേയിരിക്കും. കട്ട് ചെയ്താ അവർ രണ്ടുപേരും ഇപ്പൊ പ്രത്യേക സ്ഥലത്തേക്ക് വരും. ഒറോച്ചിമാറു മീറ്റ്സുകയ്ക്ക് ദൂരത്തായിട്ട് ഒരു ബാരിയർ കാണിച്ചു കൊടുക്കും. നീ ആ ഒരു ബാരിയർ അത് തകർത്ത് വേണം മറുവശത്തേക്ക് പോവാൻ. അങ്ങനെയാണെങ്കിൽ നീ ആരാണെന്നും എന്താണെന്നുള്ള എല്ലാ കാര്യങ്ങളും നിനക്ക് മനസ്സിലാവും. കഴിഞ്ഞ തവണ നീ ഇതിൽ ഫെയിലായി പോയി, പക്ഷെ ഇത്തവണ ഉറപ്പായിട്ടും നിനക്കിതിൽ ജയിക്കാൻ കഴിയും. അതിനുള്ള പവറും എബിലിറ്റിയും നിന്റെ ബോഡിയിൽ ഓൾറെഡി ഉണ്ട്. നിന്റെ പവർ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഒറോച്ചിമാറു അവൻ ഒന്നൊന്നായിട്ട് മീറ്റ്സുകയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. എല്ലാം മനസ്സിലാക്കിയ മീറ്റ്സുകി അവനിപ്പോ ആ ബാരിയറിൽ ടച്ച് ചെയ്യും. അവനതിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഇപ്പൊ ആ ബാരിയർ അത് പതിയെ ഓപ്പൺ ആയിട്ട് വരും. ഉടനെ അവർക്ക് തൊട്ടു മുൻപിൽ
ഇപ്പൊ ആ ഒരു ഷിനോബി അവനാണെങ്കിൽ ഒരു പ്രത്യേക ജിപ്സ് ഉപയോഗിച്ച് മീറ്റ്സുകയെ അങ്ങനെ ഫ്രീസാക്കി നിർത്തും. ഒറോച്ചിമാറ് പറയും മീറ്റ്സുകയുടെ മെമ്മറി അത് ഉറപ്പായിട്ടും ഞാൻ ഇത്തവണ തിരികെ പിടിക്കും. ഉടനെ ഒറോച്ചിമാറും ആ ഷിനോബിയും അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. അടുത്ത സെക്കൻഡ് ആ ഷിനോബി അവനിപ്പോ ഒറോച്ചിമാറുവിനെ തന്നെ അങ്ങനെ ലോക്ക് ചെയ്യാണ്. ഒറോച്ചിമാറു നിലവിളിച്ച് പറയും മീറ്റ്സുകി നിന്റെ സേജ് പവർ അതുണ്ടെങ്കിൽ മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ. ഇവനെ എത്രയും പെട്ടെന്ന് തകർക്കാൻ പറഞ്ഞ് ഒറോച്ചിമാറു പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ മീറ്റ്സുകിക്കാണെങ്കിൽ ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ അവന്റെ ജിപ്സൂല് അങ്ങനെ പെട്ടുകിടക്കുകയാണ്. ആ വില്ലൻ അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ഒറോച്ചിമാറു അവന്റെ ഒരു സ്നേക്ക് ഇപ്പൊ ആ വില്ലന്റെ വായിലൂടെ അകത്തേക്ക് കടത്തിവിടും. അല്പസമയത്തിനുള്ളിൽ തന്നെ അവന്റെ ബോഡി മുഴുവൻ പോയിസൺ സ്പ്രെഡായി ആ സ്നേക്ക് പുറത്തേക്ക് വരാണ്. ഒറോച്ചിമാറു വീണ്ടും മീറ്റ്സുകിയോട് പറയും മീറ്റ്സുകി നീ ഇവനെ നോക്കണം, ഞാൻ എത്രയും പെട്ടെന്ന് അകത്തേക്ക് പോയി ഇന്റൽസുമായിട്ട് പുറത്തേക്ക് വരാം. അടുത്ത സെക്കൻഡ് ആ വില്ലൻ ക്രിയേറ്റ് ചെയ്ത ജിപ്സു അത് ബ്രേക്കായി ഇപ്പൊ മീറ്റ്സുക അവൻ നോർമലാവും. ഒറോച്ചിമാറു മീറ്റ്സുകിയോട് പറയും ഒരു കാരണവശാലും അവന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല, ഞാൻ പോയി പെട്ടെന്ന് തന്നെ തിരികെ എത്തും. മീറ്റ്സുകയ്ക്കാണെങ്കിൽ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. അവനിപ്പോ പതിയെ ആ ഷിനോബിയുടെ അടുത്തേക്ക് വരും. ഷിനോബിക്കാണെങ്കിൽ ഒന്ന് അനങ്ങാൻ പോലും കഴിയുന്നില്ല. അത് മീറ്റ്സുകയോട് പറയും നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്റെ ഫേസ് മാസ്ക് അത് മാത്രം ഒന്ന് അഴിച്ചു തരോ. അതിന് മീറ്റ്സുക ചോദിക്കും ഓ നീ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണല്ലേ, ഒരിക്കലുമില്ല, ഞാൻ നിന്റെ അടുത്തേക്ക് വരില്ല. അതിനവനാണെങ്കിൽ അയ്യോ ഇല്ല ഇല്ല, ഞാൻ നിന്നെ ഒരിക്കലും മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ആ ഒറോച്ചിമാറു അവനാണ് നിന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇത്രയും കാലവും ഇങ്ങനെയൊരു ലൈഫ് നിനക്ക് തന്നത്. സത്യം എന്താണെന്ന് അറിയണമെങ്കിൽ നീ എന്റെ മാസ്ക് കഴിക്ക്, ഉടൻ തന്നെ നിനക്കെല്ലാം ബോധ്യാവും. കഴിഞ്ഞ തവണ എനിക്ക് നിന്റെ മെമ്മറി അത് നശിപ്പിക്കേണ്ടി വന്നു, പക്ഷേ ഇപ്പൊ നിന്റെ അച്ഛൻ ഒറോച്ചിമാറു അവൻ അതേ മെമ്മറി നിനക്കെതിരെ ഉപയോഗിക്കാൻ പോവാണ്. സോ അതെന്താണെന്ന് അറിയണമെങ്കിൽ നീ കൈ നീട്ടി ഈ മാസ്ക് കഴിക്ക്. മീറ്റ്സുക പതിയെ പതിയെ അവന്റെ കൈ അതങ്ങനെ നീട്ടി ആ മാസ്ക് മാറ്റും. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. അതും ഒരു മീറ്റ്സുക തന്നെയാണ്. അവൻ പറയും ഞാനും നിന്നെപ്പോലെ തന്നെയാണ്, എന്നെയാണ് അദ്ദേഹം ആദ്യം ക്രിയേറ്റ് ചെയ്തത്. ആളുടെ ചില ആവശ്യങ്ങൾ അത് നിറവേറ്റാനാണ് നമ്മളെപ്പോലെയുള്ളവരെ ആള് ക്രിയേറ്റ് ചെയ്യുന്നത്. നിന്നെ കൊണ്ട് മാത്രമേ ഇപ്പൊ ആ ഒരു സ്ക്രോള് അത് എടുക്കാൻ കഴിയൂ. അതിന് മീറ്റ്സുക ചോദിക്കും നീ എന്തുകൊണ്ട് ഒറോച്ചിമാറുവിനെ സഹായിച്ചില്ല. അതിനവൻ പറയും നമ്മളെല്ലാവരും ആർട്ടിഫിഷ്യൽ ഹ്യൂമൻസ് ആണ്, സോ പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ എന്നെ കൊണ്ടായില്ല. ഒറോച്ചിമാറു നമ്മളെ എല്ലാവരെയും ഒരടിമയെ പോലെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഒരു കാരണവശാലും അവൻ ആഗ്രഹിക്കുന്ന ആ ഒരു സ്ക്രോള് അതവന് കിട്ടരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവന്റെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് അവനെതിരായി ഇവിടെ ഒറ്റയ്ക്ക് വന്ന് പോരാടുന്നത്. അവനത് പറഞ്ഞു തീരുമ്പോഴേക്കും ഇപ്പൊ ഒറോച്ചിമാറു ആളവിടേക്ക് ആയിട്ട് കടന്നു വരികയാണ്. ഒറോച്ചിമാറു പറയും നിങ്ങൾക്കൊരു കാര്യം അറിയോ, നിങ്ങൾ രണ്ടുപേരും എന്റെ മക്കളാണ്. ലോകത്തിന് സ്നേഹത്തിന്റെ വഴി അതെന്താണെന്ന് കാണിച്ചു കൊടുക്കാനാണ് നിങ്ങളെ ഞാൻ ക്രിയേറ്റ് ചെയ്തത് പോലും. അതിനെ എൽഡർ മീറ്റ്സുകി ഒരിക്കലുമില്ല, നീ പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല, നീ വീണ്ടും എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. മീറ്റ്സുകി നീ എന്റെ ബ്രദറാണ്, ഒരു കാരണവശാലും ഒറോച്ചിമാറുവിനെ വിശ്വസിക്കരുത്. നിനക്ക് എന്നെ കഴിഞ്ഞും പവറുണ്ട്, അതുപയോഗിച്ച് നിനക്ക് മാത്രമേ ഇവനെ തകർക്കാൻ പറ്റൂ. അത് കേട്ട് ചെറിയ മീറ്റ്സുകിയുടെ കൺട്രോൾ പോവും. അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മാസ്ക് തകർക്കും. അതിനുശേഷം ഞൊട്ടിയിടയില് ഇപ്പൊ സേജ് പവറിലേക്ക് പോവാണ്. ചെറിയ മീറ്റ്സുക പറയും ഇതെന്റെ ലൈഫാണ്, ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതിപ്പോ എനിക്ക് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് ആ സ്ക്രോളും കീയും അത് രണ്ടും അവൻ എടുക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ചെറിയ മീറ്റ്സുകി അവനിപ്പോ നോർമലായി പുറത്തേക്ക് വരികയാണ്. അതിനുശേഷം ആ കീ ഉപയോഗിച്ച് അവനിപ്പോ ആ സ്ക്രോൾ ഓപ്പൺ ചെയ്യും. ഇവിടെ എൽഡർ മീറ്റ്സുക അവനിപ്പോ ഒറോച്ചിമാറുവിനോട് പറയും യങ്ങർ മീറ്റ്സുക അവനും ആർട്ടിഫിഷ്യലായി ഉണ്ടായതാണ്, സോ അവന്റെ ലൈഫ് തെരഞ്ഞെടുക്കാൻ അവനെയെങ്കിലും നിങ്ങൾ അനുവദിക്കണം. അതിന് ഒറോച്ചിമാറു അവന്റെ കൈ പിടിച്ചു പറയും നിങ്ങൾ രണ്ടുപേരും എന്റെ മക്കൾ തന്നെയാണ്. അവനിപ്പോ അവന്റെ വഴി അത് കണ്ടെത്തിയിരിക്കുന്നു പറയുമ്പോ ഇവിടെ യങ്ങർ മീറ്റ്സുക അവൻ ആ സ്ക്രോൾ ഓപ്പൺ ചെയ്യും. അതിൽ മറ്റൊന്നുമല്ല സാക്ഷാൽ ബൊറൂട്ടോയുടെ ഒരു ഫോട്ടോ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റ് കാണിക്കും. മീറ്റ്സുക ആണെങ്കിൽ ഫ്ലാഷ് ബാക്ക് ഒക്കെ ആലോചിച്ച് ബൊറൂട്ടോയ്ക്ക് വേണ്ടി കാത്തു നിൽക്കാണ്. കറക്റ്റ് ടൈം ബൊറൂട്ടോ അവിടേക്ക് ചാടി വരും. ഐ എം സോറി, ഞാനൊരല്പം വൈകിപ്പോയി, വരുന്ന വഴിയിൽ ഒരു കുഞ്ഞ് അത് അപകടത്തിൽപ്പെട്ടു, അതിനെ രക്ഷിക്കാൻ പോയതുകൊണ്ടാണ് ഞാൻ വൈകിയത്. പക്ഷെ സാറടയ്ക്കാണെങ്കിൽ അത് തീരെ വിശ്വാസാവില്ല. അങ്ങനെ 150 പറഞ്ഞ് 100 പറഞ്ഞ് രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. അതിനുശേഷം 3 പേരും ഹാപ്പിയായി അവരുടെ മിഷൻ അത് ലക്ഷ്യമാക്കി പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും
അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.